എന്നാലും തങ്കപ്പച്ചേട്ടൻ്റെ ആള് മുറ്റുതല്ലേ. നമസ്കരിച്ചു. സ്തുതിയേ സ്തുതി. കറക്റ്റ് സമയത്ത് തങ്കപ്പച്ചേട്ടൻ വേണ്ടതുപോലെ കാര്യങ്ങൾ പറഞ്ഞു. ഏത് സുപ്രീം കോടതി ചോദിച്ചാലും ഇതുപോലെ തന്നെ അങ്ങ് തങ്കപ്പച്ചേട്ടൻ പറഞ്ഞാൽ മതി. പിന്നെ അവൻ പുറത്തിറങ്ങത്തില്ല. 3:45 കള്ളും കുടിച്ചിട്ട് അവൻ്റെ ഒരു ഗുണ്ടാപ്പണി. അത് ഈ നാട്ടിലെ കുറെ കൊഞ്ഞാണന്മാരടുത്ത് നടക്കും. എൻ്റെ വീട്ടിൽ കയറി കാണിച്ചാലേ പിന്നെ അവനങ്ങ് സ്വയം കുത്തിച്ചാവുന്നതാണ് നല്ലത്. 14 ദിവസം പോലീസ് കസ്റ്റഡിയില്ല. നാളെ കോടതിയിൽ ഹാജരാക്കും. ഇടിച്ചവന്റെ പതിര് പതപ്പിച്ചു എന്നാണ് SI പറഞ്ഞത്. തന്നിച്ചോ? ഓ, പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും ഒരു ശവപ്പെട്ടി അടുപ്പിച്ച് വെച്ചേക്കണം അവന് വേണ്ടി. കുഴിമറ്റൻ ട്രാവൽസിന്റെ വക ഫ്രീ. അത് വേണ്ടേ തങ്കപ്പൻ യോടാ എന്നാ പറ്റി? തങ്കപ്പൻ ചേട്ടൻ്റെ ഒരു മുഖപ്രസാദം ഇല്ലല്ലോ. തങ്കപ്പൻ ചേട്ടനെ ചെറിയ ഒരു വിറ. ചുരുട്ട ജോസ് ഇറങ്ങുമ്പോ അപ്പന്റെ കത്തിയെടുത്ത് ഈ നെഞ്ചത്തോട്ട് കയറ്റുവോ അല്ലേ തങ്കപ്പൻ ചേട്ടാ? ആ വിറ ഞാനിപ്പോ മാറ്റിത്തരാം. ഇതങ്ങ് പിടിപ്പിച്ചേ. ചേട്ടന്റെ ഷാപ്പിലെ ആനമയക്കല്ല, നല്ല ഒന്നാന്തരം സ്കോച്ചാ. കാശുള്ള വീട്ടിലെ അച്ചായത്തി പിള്ളേര് പേര് കഴിയുമ്പോ വയറ് നന്നാക്കാൻ കഴിക്കുന്ന സാധനമാ ഇത്. 2 അങ്ങ് പിടിപ്പിച്ച വയറല്ല, വയറ്റിലെ ജാങ്ഷൻ വരെ അങ്ങ് തണുക്കും. മേടിച്ചോന്നേ. എന്തോന്നാലും എന്നെ ടോമിച്ച് കൈവിടരുത്. നിങ്ങളുടെയൊക്കെ ധൈര്യത്തിലാ ഞാനന്ന് അങ്ങനെ ഒരു കള്ളസാക്ഷി പറഞ്ഞത്. എന്നെ പുഴുങ്ങിയ വർത്താനമായി പറയുന്നേ. എനിക്കൊരു കൈ തന്ന് സഹായിച്ച 1000 കൈ കൊടുത്ത് സഹായിക്കൂ ടോമി. ചുരുട്ടാൽ നിങ്ങളുടെ രോമത്തിൽ തൊടില്ല. ടോമിയാ പറയുന്നത്. അവൻ പുറത്തോട്ട് ഇറങ്ങുമ്പോ കൊടുത്തതിനും വലിയ പണി ഞങ്ങൾ കൊടുക്കും. മാത്രമല്ല അവൻ ഇനി ഒരിക്കലും പുറം ലോകം കാണുകയല്ല. ആര് പോകും അവന് വേണ്ടി കേസ് നടത്താൻ? അവനെ ജാമ്യത്തിലിറക്കാൻ അച്ഛൻ ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു നടക്കുകയല്ല. ആര് പറഞ്ഞിട്ടല്ലേ ചായച്ചത്? പറയാൻ ഇപ്പൊ താൻ കാരണം ഞാൻ കുര്യച്ചന്റെ കൊല്ലാളിയാ. ഇനി തന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും. പറയണോ? നിങ്ങൾ ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ കുര്യച്ചൻ ഇവിടെ കൊന്നിട്ട് ഞാനാണെന്ന്? സത്യം എന്താണെന്ന് തന്റെ നാവെന്ന് തന്നെ നാട്ടുകാർ അറിയണം. ഒരപ്പനെ പോലെ നിങ്ങളെ കണ്ട എന്നോട് ഈ ചതി വേണ്ടായിരുന്നു തങ്കപ്പേട്ട.
എന്നെ പൊന്നിലോന്ന് എനിക്കൊരബദ്ധം പറ്റിയതാണ്. എന്നോട് ക്ഷമിക്ക്, എല്ലാം ഞാൻ പറയാം. അന്ന് രാത്രി ഞാൻ ഷാപ്പടച്ചിറങ്ങുകയായിരുന്നു. തങ്കമ്മച്ചേട്ടോ, ഓ ഷാപ്പ് അടക്കുവാണോ? ആ അടച്ച്. ആ കുരിയച്ചനിങ് വന്നായിരുന്നു. ആ ഉണ്ടായിരുന്നു, ജോസ് എടുത്തോണ്ട് പോയി. ആ സണ്ണിജ, പാലം വഴിയാണെങ്കിൽ ഞാനും വരട്ടോ. ആ പോര്. ഓ ഓ കേട്ടോ തങ്കപ്പ ചേട്ടാ, ഓ ഈ കുരിയച്ചൻ ഏതെങ്കിലും കള്ളു കുടിച്ചു മുടിഞ്ഞു. എന്നാ മകളെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി ആ റാണിയുടെ പേര് പാസ്പോർട്ടും വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തതാ ഞാൻ. ആശുപത്രി കിടന്നപ്പോ കുറച്ച് കാശും കൊടുത്തു. ഇപ്പൊ ഒരു ഉളുപ്പില്ലാതെ അയാള് പറയുവാ അവളെ ഗൾഫിലേക്ക് വിടുന്നില്ല. എന്റെ കൈക്കാശ് 19,000 രൂപ മുടങ്ങി കിടക്കുക. അല്ലേടാ പോയി. അല്ലാതെ പിന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടി എന്നാ ഉപകാരം ചെയ്താലും അവസാനം അത് ടോമിച്ചന് പാരയായി തീരും. എന്റെ ഒരു തലയിലെഴുത്തേ. ആണ്ടെ കുരിയച്ചനല്ലേ ഇത്? കുരിയച്ചോ, അപ്പൊ റാണിയുടെ കാര്യമൊക്കെ തീരുമാനിച്ചോ? ആഹാ, റോമിച്ചനോ? തീരുമാനിച്ചു. അവള് ഗൾഫിലും പോകുന്നില്ല, ഒരു കോച്ചാലത്തിലും പോകുന്നില്ല. അവളെ ഞാൻ ചുരുട്ട ജോസിന് കെട്ടിച്ചു കൊടുക്കാൻ പോവുക. കള്ളുകൊണ്ടും കാശ് കൊണ്ടും നമുക്ക് ചേർന്ന ബന്ധം. താൻ എന്നാ കാണിച്ചാലും ഒരു കുഴപ്പമില്ല. എനിക്ക് ചെലവായ കാശ് നീ തിരിച്ചു തന്നേക്കണം. ഓ, ഞാൻ ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ തന്നത്, നീയായിട്ട് കൊണ്ടുവന്ന് തന്നതല്ലേ. ഞാനത് മേടിച്ചു. അത് കടമായിട്ട് കൂട്ടണ്ട, ഒരേ രസമായിട്ട് കൂട്ടിയാ മതിയെന്ന്. ഒരുമാതിരി കാശ് മേടിച്ചിട്ട് പനത്തരം പറയും. ഓ, ഇയാളാണ് രാജാവോ? ചവിട്ടി കൂട്ടി ഞാൻ. നിന്റെ അപ്പം എന്നോട് കളിച്ചോട്ടെ. എന്നെ ഉടുപ്പാ സണ്ണിച്ചനും വീട് കുരിയച്ച വെള്ളം അടിച്ചിട്ട് വെക്കിട്ട് കയറുന്നു. വിട്. ആ, എന്റെ കള്ള് കുടിച്ച എന്നാ ഇത്? വിട്. ആരോട്ട് വെച്ചാ എടാ കിളവ, കാശ് തിരിച്ചു കൊടുത്തില്ലേ അത് മുതലാക്കാൻ ഞങ്ങൾക്കറിയാം. മോളെ ഞങ്ങളങ്ങ് പോക്കും. എടാ വരുത്തൻ, ഈ ആറുമുഖത്തിന്റെ നേരെ കൈവയ്ക്കാറായടാ പാട്ടി. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല, പറ്റിപ്പോയതാ. എനിക്ക് മറിച്ചിട്ട് പോയ ഞാൻ പോയിക്കോട്ടെ. താൻ എവിടെയും പോകുന്നില്ല. ഇങ്ങോ വന്നേ. ഈ കാര്യം തന്റെ വായിന്ന് പുറത്തങ്ങാൻ അറിഞ്ഞ പിന്നെ തന്റെ ശവേ കാണത്തുള്ളൂ. കത്തി മാറ്റി സണ്ണിച്ച. തങ്കപ്പ ചേട്ടൻ നമ്മളോട് നിൽക്കും. ചേട്ടാ ഇങ്ങോട്ട് വന്ന്. ടോമിച്ചല്ലേ വന്നേ. ആ അതെ, തങ്കപ്പ ചേട്ടൻ ഞങ്ങൾ പറയുന്നവരെ നിൽക്കണം. ഇല്ലേ സണ്ണിച്ചൻ പറഞ്ഞോളൂ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ആ ആണെന്ന്